എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയൊരിടയിലേക്ക് വീണ്ടും സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂരിനോട് ഒരു സമനില വഴങ്ങിയതോടുകൂടി ISL 11ാം സീസണിൽ നിന്നും പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്തായിരിക്കുകയാണ്. എന്തായാലും ഈ സീസണിൽ ഇനി പ്രതീക്ഷകളൊന്നും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വെച്ച് പുലർത്തേണ്ടതില്ല. അടുത്ത 2 മത്സരങ്ങൾ വിജയിച്ചാൽ പോലും പ്ലേ ഓഫിലേക്ക് എത്താനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കില്ല. എന്തായാലും അടുത്ത 2 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് സീസൺ അവസാനിപ്പിക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ ശ്രമം. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ റെഫറിയുടെ തെറ്റായ തീരുമാനങ്ങൾ കാരണം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായത് എന്ന് തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സ് വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് രണ്ടാമതും ഒരു ഗോൾ നേടിയിരുന്നു. ഡാനിഷ് ഫറൂഖ് ആയിരുന്നു ആ ഗോൾ നേടിയത്. എന്നാൽ ആ ഗോൾ നിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായ TG പുരുഷോത്തമൻ ഇന്നത്തെ മത്സരത്തിന് ശേഷം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇടില്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കടക്കാം. എന്തായാലും ഇന്നത്തെ മത്സരത്തിന് ശേഷം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ താൽക്കാലിക പരിശീലകനായ TG പുരുഷോത്തമൻ ഇപ്പോൾ നിലവിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇന്നത്തെ റെഫറിങ്ങിനെ പറ്റി തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് വീണ്ടും ISL റെഫറിങ് മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ TG പുരുഷോത്തമൻ വ്യക്തമാക്കുന്നത്. ISL റെഫറിങ്ങിനെതിരെ അദ്ദേഹം ഇപ്പോൾ ആഞ്ഞടിച്ചുകൊണ്ട് ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. ഇതിനു മുമ്പ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കുമനോവിച്ചും ISL റെഫറിങ്ങിനെതിരെ ആഞ്ഞടിച്ചിരുന്നു. അതിന് അദ്ദേഹത്തിന് വിലക്കും ലഭിച്ചതാണ്. എന്നാൽ ഇപ്പോൾ TG പുരുഷോത്തമനും ISL റെഫറിങ്ങിനെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഇന്നത്തെ മത്സരം ഞങ്ങൾക്ക് തീർച്ചയായും വിജയിക്കേണ്ട ഒരു മത്സരം തന്നെയായിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ ഞങ്ങൾ 2 ഗോളിൻ്റെ ലീഡ് എടുക്കേണ്ടതായിരുന്നു. എന്നാൽ രണ്ടാമത്തെ ഗോൾ ഞങ്ങൾക്ക് അനുവദിച്ചില്ല. അത് ഓഫ് സൈഡ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുവദിക്കാതിരുന്നത്. എന്നാൽ അതൊരിക്കലും ഓഫ് സൈഡ് അല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഗോളിൻ്റെ കാര്യം മാത്രമല്ല, കുറേ സമയങ്ങളിൽ നമ്മൾ കണ്ടു ബ്ലാസ്റ്റേഴ്സിന് എതിരെ ഓഫ് സൈഡ് വിളിക്കുന്നത്. എന്നാൽ അതൊന്നും ഓഫ് സൈഡ് ആയിരുന്നില്ല. എന്തായാലും ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇന്ന് റെഫറി കളിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിനെതിരെ ജംഷഡ്പൂർ അല്ലായിരുന്നു കളിച്ചത്, പകരം റെഫറി തന്നെയായിരുന്നു കളിച്ചത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ISLൻ്റെ ഇന്നത്തെ മുഖ്യ റെഫറി കാരണമാണ് ISLൻ്റെ പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലവിൽ പുറത്തായിരിക്കുന്നത്. എന്തായാലും ISLൻ്റെ റെഫറിങ് ഇനിയും മെച്ചപ്പെടേണ്ടതുണ്ട്. വാർ സിസ്റ്റം വന്നല്ലാതെ വേറെ വഴിയില്ല എന്ന് ISLൻ്റെ അധികൃതരും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും മനസ്സിലാക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് ഇപ്പോൾ പറയാനുള്ളൂ.